Happy birthday to you. ഇവക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് കേട്ടോ. കുറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കേട്ടോ. എന്തിയാ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ യുവക്കുട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്ന് ഇവാടെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് വാ. ഹലോ, ഇന്നത്തെ യുവക്കുട്ടിയുടെ 5th ബർത്ത്ഡേ ആണ് കേട്ടോ. ഞങ്ങൾ യു എയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതിന് മുന്നേ ഇവാടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മാത്രമേ അഫി കൂടെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അഫിയുടെ കൂടെയുള്ള 2nd ബർത്ത്ഡേയും കൂടെ ആണ്. അപ്പോൾ എന്താ പറയുക, ഇതിന് മുന്നേയൊക്കെ നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ബർത്ത്ഡേക്ക്. അതായത് ഒരുപാട് പേര് നമ്മൾ ആരെയും പുറത്തുനിന്ന് വിളിക്കാറില്ല. എന്നാൽ തന്നെയും എൻ്റെ വീട്ടിൽ നിന്നും അഫിയുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ 2 വീട്ടുകാർ ഒന്നിച്ചൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുള്ള പോലെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ആരെയും വിളിച്ചിട്ടും ഇല്ല കേട്ടോ. അഫിയുടെ കസിൻസിനെയൊക്കെ വിളിക്കാമെന്ന് വിചാരിച്ചു ആദ്യം. പക്ഷേ ഇന്ന് മൺഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വർക്കിംഗ് ഡേ ആണ്, പിന്നെ നാളെയും വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളങ്ങനെ ആരെയും പ്രത്യേകിച്ച് വിളിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവാടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇവാക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കേക്കൊക്കെ വാങ്ങണം, കുറച്ച് ഡെക്കറേറ്റൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചേക്കണേ. പിന്നെ പായസം വെക്കണം. എനിക്ക് പായസം വെച്ചിട്ട് ഞാൻ ഓത്തുപുഴ വില്ലയിൽ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വില്ലയിൽ 2 ഫാമിലീസ് ഉണ്ട്, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവക്കുട്ടി എണീറ്റ് വരുന്നല്ല കേട്ടോ. അപ്പോൾ ഇനി ഇവായി എണീപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഇടിച്ചൊക്കെ കൊടുക്കണം. അഫി ഓഫീസിൽ പോയേക്കാം കേട്ടോ. അഫി ഇനി വൈകിട്ടേ വരുള്ളൂ. 5 മണി വരെയാണ് ഓഫീസ്. അപ്പോൾ അഫി 5 മണിക്ക് തന്നെ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവാൾക്കത് ഭയങ്കര സങ്കടമാവും കേട്ടോ. കാരണം അവൾക്ക് ഇങ്ങനെ അതാണ് അവളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ്, എൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്ന് ഇങ്ങനെ കുറേ ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തായാലും അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ഇവായെ വിളിച്ച് പൊക്കട്ടെ കേട്ടോ. എണീറ്റ് വരൂ, എണീറ്റ് വരൂ, വരൂ വരൂ വരൂ, കമോൺ 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 കമോൺ. ഇവാ വാ 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 വാ. ഇവ ഇതാ പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പല്ലേപ്പിച്ച് റെഡി ആക്കിയിട്ട് കൊണ്ടുവരാവേ. ഇവ ഇന്ന് ആദ്യ ബർത്ത്ഡേ. ഇവ എത്ര വയസ്സായി? കുറേ കാലമായിട്ടാട്ടോ. 5 വയസ്സ് എന്ന് പറയും. എനിക്കൊന്ന് 3 വയസ്സ് തൊട്ട് തുടങ്ങിയതാന്ന് തോന്നുന്നു 5 വയസ്സ് പറയല്. ഇപ്പം എന്തായാലും കറക്റ്റ് 5 വയസ്സായിട്ടുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞോ, എത്ര വയസ്സായി? 5 വയസ്സായിട്ടുണ്ട് അല്ലേ? ബിഗ് ഗേൾ ആയല്ലോ. നീ എന്ത് ചെയ്യും? ഇവാക്ക് വലുതാവണം ഇഷ്ടമാണ്. ഇവ സാധാരണ കുഞ്ഞു കുട്ടികളൊക്കെ വലുതാവണം എന്നല്ല പറയുന്നത്. പക്ഷെ ഇവാക്ക് വലുതാവണം കേട്ടോ അല്ലേ? ഇവാക്ക് ഇങ്ങനെ കുഞ്ഞു കുട്ടിയായിട്ട് ഇരുന്നാൽ മതി എന്നാട്ടോ പറയണേ. വലുതാവണം ഇഷ്ടമല്ല ഇവാക്ക്. യുവക്കുട്ടി ഇതാ കുളിച്ച് ചുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവാടെ ബർത്ത്ഡേ ഡ്രസ്സാണ്. പക്ഷേ നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ഇതല്ലല്ലേ ഇവിടുന്ന്. ആവോ, നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ഏത് ഡ്രസ്സ് ഇട്ടുന്നേ? ഈ ഡ്രസ്സാണോ? നമ്മൾ കേക്ക് ഇടുന്നതിന് വേറെ പുതിയ അടിപൊളി ഡ്രസ്സൊക്കെ ഇടും അല്ലേ? വാ എനിക്ക്. ഇനിയിപ്പോൾ ഞങ്ങൾ ദോശ കഴിക്കാൻ പോവാം കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇവാക്ക് ഫുഡ് കൊടുക്കലാന്ന് കേട്ടോ. കാരണം അത്ര കഷ്ടപ്പാടാട്ടോ. ഓരോ ദിവസം കഴിയും തോറും അത് കൂടി വരണല്ലാണ്ട് തീരെ കുറയണില്ല. ഞാൻ ഇന്ന് റെഡിയാവും നാളെ റെഡിയാവും എന്ന് വിചാരിച്ചിട്ട് അവൾ റെഡി ആവണമെന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയാണ് ആൾക്ക്. അങ്ങനെ എങ്ങനെയൊക്കെയൊക്കെ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാം കേട്ടോ. അപ്പോൾ ഭയങ്കര ക്ലീനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ച് തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ബലൂണൊക്കെ വീർപ്പിച്ചിട്ട് അത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടെ കളിക്കാൻ വാ എന്നും പറഞ്ഞിട്ട് കുറേ നേരമായിട്ട് എന്നെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിവിടെ പായസത്തിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പോൾ സേമിയ പായസം ആട്ടോ ഉണ്ടാക്കണേ. ഓൾമോസ്റ്റ് റെഡിയായി. ഇനി കുറച്ച് നേരം ഇരുന്ന് കുറുകി വന്നാൽ മതി കേട്ടോ. ഇപ്പം സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവ കുട്ടി ഒരുക്കിയിട്ടില്ല, ഇവ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിട്ടോ. അതായത് ഞാൻ പായസം ഉണ്ടാക്കാമായിരുന്നല്ലോ. അപ്പോൾ പായസം റെഡിയായി, ഓൾമോസ്റ്റ് കറക്റ്റായി. പക്ഷേ ഇങ്ങനെ കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ സേമിയ പായസം അല്ലേ, അപ്പോൾ കുറച്ചിങ്ങനെ ലൂസായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കുറച്ച് കഴിയുമ്പം കട്ടിയാവും. എന്നാലും എൻ്റെ എന്തോ പൊട്ട ബുദ്ധിക്ക്
ഞാൻ ആ പായസം നേരെ കുക്കറിലാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ കുക്കറിൻ്റെ മൂടി അടച്ചിട്ട് ജസ്റ്റ് വിസിലിട്ടിട്ട് ഒരു വിസിലടിക്കാമെന്നും പറഞ്ഞ് കുക്കർ ഓണാക്കി കേട്ടോ. അപ്പോൾ ഉമ്മച്ചിയെ വിളിച്ചു. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ചെയ്യണ്ട, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തു. വിസിലൊന്നും അടിച്ചില്ല. പക്ഷേ തുറന്നു നോക്കിയപ്പം എൻ്റെ പായസം ആകെ ഇങ്ങനെ എന്താ പറയുക, പാല് പിരിഞ്ഞ പോലെ ആയിട്ട് കട്ട കട്ടയായിട്ട് പോയിട്ടോ. അപ്പോൾ ആകെ സങ്കടമായി. ഞാൻ നല്ല കരച്ചിലായിരുന്നു. ഞാനാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹിച്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ എന്തോ ഒരു വാശിക്ക് പിന്നെ നിന്ന് അടുത്ത പാലെടുത്തതാ, പിന്നെ രണ്ടാമത് പായസമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കിച്ചണിലാണ് കേട്ടോ. ഇതുവരെ കിച്ചണിലാണ്. ഇപ്പോൾ അതാ വന്നേ ഉള്ളൂ കേട്ടോ. ഇവ അതാ ഡ്രസ്സൊക്കെ പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. കാണിച്ചു കൊടുത്തേ. ഇവ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ പിടിച്ചോണ്ട് ഇപ്പം കേട്ടോ. എനിക്ക് താന്നും പറഞ്ഞ് ഇവ തന്നെ ആട്ടെ ഇവിടെ നിന്ന് ബലൂണൊക്കെ വെറുപ്പിക്കായിരുന്നു. ആരും ഇല്ലല്ലോ. അപ്പോൾ തന്നെ ഇരുന്നിട്ട് ബലൂൺ വെറുപ്പിക്കലും ഫുള്ള് സെറ്റാക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഇവ. അല്ലേ ഇവ? അപ്പോൾ എന്നാലും ഇവക്കുട്ടി ഒരുക്കി റെഡിയാക്കട്ടെ. ഇതാണ് കേട്ടോ ഇവയുടെ ബർത്ത്ഡേ ഡ്രസ്സ്. നമ്മളിന്ന് വാങ്ങിയത് ലുലുന്നാണ് കേട്ടോ. അപ്പോൾ ഇവാണെങ്കിൽ കുറേ ദിവസമായിട്ട് റെഡ് കളർ ഡ്രസ്സ് വേണം എന്നും പറഞ്ഞ് ബർത്ത്ഡേക്ക് അത് മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ല. അങ്ങനെ ഫൈനലി ലുലുന്ന് എന്തായാലും ആഗ്രഹിച്ച പോലെ വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ദാ ഇവാക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോൾ മാത്രം ഇവാക്ക് ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുങ്ങാനായിട്ട് നല്ല ഇഷ്ടമാണ്. എന്നെ കാണാതെ ലിപ്സ്റ്റിക്കൊക്കെ ഇടയ്ക്ക് വാരി ഇടാറൊക്കെ ഉണ്ടെങ്കിലും ഞാനായിട്ട് അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് കണ്ണൊക്കെ എഴുതിച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ശരിക്കും എന്ത് പെട്ടെന്നാലേ കുട്ടികളിങ്ങനെ വലുതായി പോകുന്നത്. ഇവയുടെ 2nd ബർത്ത്ഡേ, 3rd ബർത്ത്ഡേ, 4th ബർത്ത്ഡേ ഒക്കെ യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പോൾ ആ ഓരോ വീഡിയോസ് ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണുമേ. അപ്പോൾ അത് കാണുമ്പോഴാണ് ശരിക്കും എത്രമാത്രം ഇവ വലുതായി നമുക്കിങ്ങനെ മനസ്സിലാവുന്നത് കേട്ടോ. കാരണം മുന്നത്തെ വീഡിയോസൊക്കെ നോക്കുമ്പോൾ കുഞ്ഞിവാണ്, ഭയങ്കര സംസാരമൊക്കെ ആണെങ്കിലും ഒന്നും മനസ്സിലാവില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും ഇവരിങ്ങനെ വലുതായി പോകുമ്പം ഒരുപാട് സന്തോഷം ഉണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിലൊരു സങ്കടം കേട്ടോ തോന്നുന്നത്. എന്താ ഇവക്കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയ കേട്ടാ. എന്താണ് ഇവ ഇത് പിറകിലൊക്കെ നടന്നേ? ചിറകോ ബട്ടർഫ്ലൈ ആയ ഇവാ. ഇങ്ങോട്ട് വാ ഇവാ, നിങ്ങാണ്ട് നിക്ക്, ഇങ്ങോട്ട് വാ ഫോട്ടോ എടുക്കട്ടെ. ഇവ ഇങ്ങ് വാ, ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോ എന്തീ കാണിക്കുന്ന നീ? ഇങ്ങോട്ട് വന്നേ. ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുറേ നേരം കഷ്ടപ്പെട്ട് അല്ലാണ്ട് മര്യാദയ്ക്കുള്ള ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം ഇവ അങ്ങനെയാണ്. ഇവക്ക് ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് അവൾ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ജസ്റ്റ് 1-2 ഫോട്ടോസിന് നിന്ന് തരും എന്നല്ലാണ്ട് പിന്നെ നമ്മൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറും കേട്ടോ. അപ്പോൾ തീരെ ഇന്ന് നിന്ന് തരുന്നുണ്ടായില്ല. ഫുള്ള് ഓട്ടവും ബഹളവും തന്നെയായിരുന്നേ. അങ്ങനെ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർത്ത്ഡേ സെലിബ്രേഷൻ ആക്കാൻ വർക്കിന്റെ കാരണം ഒരു മനുഷ്യല്ല കേട്ടോ. ആരെ വിളിച്ചിട്ടും കാര്യമില്ല, ആർക്കും വരാനും പറ്റില്ല. അങ്ങനെ അപ്പൊ അതാ ഞങ്ങള് വെറുതെ ജസ്റ്റ് ഒന്ന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു, ഒന്നുമില്ല, ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കുറച്ച് ബലൂൺസ് ഒക്കെ വെപ്പിച്ചു അല്ലേ. പക്ഷെ ഞങ്ങള് കേക്ക് വാങ്ങിയില്ല കേട്ടോ. കേക്ക് കൊണ്ടുവന്നിട്ടില്ല. നിക്ക്, കേക്ക് വാങ്ങിയില്ല. നമുക്ക് കേക്കിന് ഓരോ മിഠായി വെച്ചിട്ട് കട്ട് ചെയ്യാം അല്ലേ ഇവ? കേക്ക് വരില്ലടോ. അവരെന്താ അങ്ങനെ ചെയ്യുന്നതാണാവോ അറിയത്തില്ല. അയ്യോ സാരില്ല ഇവ. പക്ഷെ കേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവാനെ പറ്റിച്ച് വെച്ചേക്കാനുണ്ട്. കാരണം കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തൊട്ട് അഫി വന്നപ്പോ തൊട്ട് ഇയാള് കേക്കിന്റെ പിറകിന്ന് മാറൂല. അതുകൊണ്ട് കേക്ക് കൊണ്ടുവരും എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യാറുണ്ട്. കേക്ക് എപ്പ വാങ്ങി? കേക്ക് നമ്മൾ വാങ്ങിയില്ലല്ലോ ഇവ. ആരുണ്ടാക്കി? മമ്മച്ചിയാ? മമ്മച്ചി ഉണ്ടാക്കിയ കേക്കാണല്ലേ അത്? കണ്ടാ ഞാൻ ഉണ്ടാക്കിയ കേക്ക് കണ്ടാ? നോക്കൂ ഞാൻ ഉണ്ടാക്കിയ കേക്ക്. കുറച്ചേരെങ്കിലും വിശ്വസിച്ചോട്ടോ ഞാൻ ഉണ്ടാക്കി. ഇവാടെ കുഞ്ഞു കേക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവാടെ ബർത്ത്ഡേയുടെ ഡ്രസ്സിന്റെ കളർ ഇവാ. ഇവാടെ ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇവാടെ ബർത്ത്ഡേക്ക്. ഫ്രണ്ടിന്റെ പേര് പറയുവാ.
അയ്യോ പേര് പറ. പേരെന്താ? അവക്ക് പോലെ അവളുടെ പേരറിയത്തില്ല. കട്ട് ചെയ്യണേന് മുന്നേ കേക്ക് കട്ടെന്ന് കാണേ. കട്ടയായി വാ. വെയിറ്റ് 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 വെയിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഇവക്കുട്ടി. മതി 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 കട്ട് ചെയ്ത് പന്നിയാ. അപ്പൊ ഞങ്ങൾക്കൊന്നുമില്ലേ? ഗിഫ്റ്റ് ആണ് ഇവക്കെ. കേട്ടാ ഉമ്മത്തെ ഉമ്മത്തെ. ഇവ ആര് മേടിച്ചെന്ന്? അമ്മച്ചി വാങ്ങി തന്നെയാണേ. ഓക്കെ ആ ഓക്കെ. കൊണ്ടുവരുന്നതിന് മുന്നേ അറിയോ? സർപ്രൈസ് ആണത്. ആണോ? നോണ പറയാണോ അമ്മച്ചി സർപ്രൈസ് ആണ്? സർപ്രൈസ് തരട്ടെ. ഡാഡി വണ്ടിക്കകത്തൊരു പേപ്പർ ഇരിക്കുന്നു, നമുക്കത് എടുത്തിട്ട് വരാവേ. വണ്ടിക്കകത്തൊരു പേപ്പർ ഉണ്ട് എൻ്റെ അടുത്ത്. ഇനി ഇവ കുട്ടിക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടാ. എവിടെ വാ നോക്കട്ടെ. റിമോട്ട് കാറില്ലേ? ആ കാറിന്റെ പേപ്പർ ആണ് തോന്നുന്നല്ലേ. ബാറ്റ് ഇടുന്ന എങ്ങനെയാന്ന് അതിലേ അറിയത്തുള്ളൂ. ഇവിടെ പോണി വാ. കാറിന്റെ ബാക്കിലുണ്ടേ, അതിനെടുത്തോ. ഇവക്കൊരു കുഞ്ഞ് സർപ്രൈസ് ഉണ്ട് കേട്ടാ. കൊറേ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണ ഒരു സാധനം കേട്ടാ. കാണുമ്പോൾ എക്സ്പ്രഷൻ എന്താണ് നമുക്കിപ്പൊ കാണാട്ടെ. ഇവിടെ എന്തിയാ? എന്താ വെയിറ്റ് ചെയ്ത് അടുത്തെടുക്ക. ഞാൻ ഓടിച്ചു നോക്കട്ടെ. ഹാപ്പി ആയി വാ. തിരിച്ചോ തിരിച്ചോ മതി, പതിയെ തിരിക്കി. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? കൊറേ ദിവസമായി തുടങ്ങിട്ട് സൈക്കിൾ വേണം സൈക്കിൾ വേണം. നമുക്ക് കുരിക്കളയാ, നേരം ഉണ്ടല്ലോ. ഹാപ്പി ആയി വാ. കൊടുക്ക് ഒരു റൗണ്ട് ഓടിക്കാൻ. ഇത് രാത്രിയല്ലേ, ഇനി പകല് നമുക്ക് ഓടിക്കാലോ. നോക്കി വാ. തടയോടെ സൈക്കിൾ നോക്കൂ. യൂനുന്റെ വക ഗിഫ്റ്റ് ആട്ടെ ഇവാക്ക്. ആ പൊളിക്കാനാണ് ധൃതിയെ. എന്താണ് ഇവ? അത് എനിക്ക് തന്നതാ. ഇഷ്ടായോ? ഓർക്കായിരുന്ന നീ എവിടായിരുന്നു? ഓർക്കുവായിരുന്നു, ഒന്നും പറയില്ല. കൊച്ച രണ്ടാളും ഭയങ്കര കളിയിലാട്ടെ ഇവിടെ. ആ ഗിഫ്റ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കാണ്. ഇന്നലെ തൊട്ട് മേടിച്ചിട്ട് അനക്കാണ്ട് വെച്ചേക്കായിരുന്നു കേട്ടാ. ആ പൊട്ടിക്കാം. അല്ലോ ഇങ്ങനാണോ പൊട്ടിക്കണേ? ഇവാക്ക് എന്തൊക്കെ കിട്ടി ഇന്ന്? എനിക്കൊരു സെറ്റും പിന്നെ ഒരു കാറും വേറൊന്നും കിട്ടിയില്ലേ? ഇല്ല. സൈക്കിള്. ആ ആരാ വാങ്ങി തന്നതൊക്കെ? കണ്ട ഉമ്മച്ചി വാങ്ങി തന്നല്ലേ. ഏറ്റവും ഇഷ്ടം ആരെയാ?
വെറുതെ ആയിപ്പോയല്ലോ ഫീ. പെൺപിള്ളേർക്ക് തിരിച്ചാ പറയണേ. ഇത്രയും കാലം നോക്കി വളർത്തിയ ഞാനല്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ അല്ലായിരുന്നു കേട്ടോ നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭയങ്കര കുഞ്ഞ് സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ ഇവാൾക്ക് ആ ഒരു സൈക്കിളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഞാൻ മന്തിയായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഇവിടെ കൊണ്ട് വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് റൂമൊക്കെ മൊത്തം അലമ്പായിരുന്നു. പിന്നെ അതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി. ആരും ഇല്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ഇവയെ ഹാപ്പി ആക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു. കേക്ക് കട്ട് ചെയ്തതും ഗിഫ്റ്റ് കിട്ടിയതൊക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.